ഇതുപോലെ ഒരു ജൂൺ മാസത്തിലാണ് ഞാൻ എൻ്റെ റണ്ണിങ് ജേണി തുടങ്ങുന്നത്. 2024 ജൂൺ ആദ്യമൊക്കെ. ആ സമയത്ത് ഞാൻ UST ട്രിവാൻഡ്രം മാരത്തോണിൻ്റെ ഒരു പോസ്റ്റ് റാൻഡംലി ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത സമയത്ത് കാണുകയും ആ ഇവൻറ്റ് രജിസ്റ്റർ ചെയ്യുകയും ആ 10Kയുടെ ഭാഗമായിട്ട് പ്രാക്ടീസ് റണ്ണോടെയാണ് ഞാൻ തുടങ്ങുന്നത്. എൻ്റെ ആദ്യത്തെ റൺ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഒരു 3.6 കിലോമീറ്ററാണ് ഓടി. ആ സമയത്ത് എൻ്റെ വാച്ച് ഒരു സാംസങ്ങിൻ്റെ വാച്ച് 4 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലങ്ങനെ ഒരുപാട് നമുക്ക് ട്രാക്കിംഗ് ഓപ്ഷനൊന്നുമില്ല. GPS ആക്യുറേറ്റ് അല്ല, പേസ് ഒന്നും കറക്റ്റായിട്ടല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ 5 കിലോമീറ്റർ റണ്ണ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് 47 മിനിറ്റ് എടുത്തു. കാരണം കുറച്ച് ഓടും നടക്കും. അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു 23 മിനിറ്റ് PR വരെയൊക്കെ കൺസിസ്റ്റൻ്റ്ലി ട്രെയിൻ ചെയ്തെത്തിയത്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം, നിങ്ങളിപ്പോൾ റണ്ണിങ്ങിലോട്ടൊക്കെ വരികയാണെങ്കിൽ ആദ്യം കയറിപ്പോയി വലിയ ഡിസ്റ്റൻസ് ഒന്നും രജിസ്റ്റർ ചെയ്യാതെ ചെറിയ ഡിസ്റ്റൻസ് ഒന്നും തുടങ്ങുക. ആ മണ്ടത്തരം ഞാനും കാണിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം രജിസ്റ്റർ ചെയ്ത ഒരു 10K റേസ് ആയിരുന്നു. പക്ഷേ എൻ്റെ ആദ്യത്തെ റേസ് ഞാൻ 5K ആണ് ഓടിയത്. കാരണം ആ സമയത്ത് ഈ റേസ് ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. ഞാൻ ഈ 10Kക്ക് രജിസ്റ്റർ ചെയ്ത ഒരു ആവേശത്തിൻ്റെ പുറത്തായിരുന്നു. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ട്രെയിനിങ് തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് സംഭവം നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല. ഓടുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. 10 കിലോമീറ്റർ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസാണ്, ചെറിയ ഡിസ്റ്റൻസ് അല്ല. സോ അതിലോട്ടൊക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് വരാൻ എനിക്ക് എങ്ങനെ പോയാലും ഒരു 3-4 മാസത്തെ ട്രെയിനിങ്ങിന് സമയം കിട്ടി. ആ ട്രെയിനിങ്ങിൻ്റെ അകത്ത് ഞാൻ ഈ റേസിന് മുന്നേ തന്നെ ഒരു 10 കിലോമീറ്ററൊക്കെ ഓടാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം എനിക്ക് 10K ഓടി ഒരു 1 hour 6 മിനിറ്റിൽ ആദ്യത്തെ എൻ്റെ 10K റേസ് കോവളം മാരത്തോണിലായിരുന്നു. 1 hour 6 മിനിറ്റ് റേഞ്ചിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത മാസം തന്നെ രണ്ടാമത്തെ 10K റേസ്, അത് UST ട്രിവാൻഡ്രം മാരത്തോണിലായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ടൈം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഒരു 59 മിനിറ്റിലോട്ടൊക്കെ എത്താൻ പറ്റി. പക്ഷേ അപ്പോഴത്തെ എൻ്റെ ഫിറ്റ്നസ്സും ഇപ്പോഴത്തെ ഫിറ്റ്നസ്സും എത്രത്തോളം മാറി എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. കാരണം ആ സമയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ UST മാരത്തോൺ ഓടിയത് ഫുൾ എഫേർട്ടിലാണ്. ഹാർട്ട് റേറ്റൊക്കെ ഈസി ആയിട്ട് 190യുടെ മുകളിലൊക്കെ കയറി ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഫിനിഷ് ചെയ്തത്. ഇവൻറ്റ്സിൻ്റെ സീസണാണ് വരുന്നത്, ഇനി ഒത്തിരി ഇവൻറ്റ്സ് വരും. നിങ്ങൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നേരെ പോയി ഒരു ഫുൾ മാരത്തോൺ, ഹാഫ് മാരത്തോണൊക്കെ രജിസ്റ്റർ ചെയ്യാതിരിക്കുക. ചെറിയ ഡിസ്റ്റൻസിൽ തുടങ്ങുക, പയ്യെ ബിൽഡ് ചെയ്ത് ഒരു ഹാഫ് മാരത്തോൺ വരെ. ഞാനിപ്പോൾ ഓടാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിൽ കൂടുതലായി, ഓൾമോസ്റ്റ് 3 വർഷം ഓവറായി. സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്ക് കൺസിസ്റ്റൻ്റ്ലി ഓടാൻ തുടങ്ങിയിട്ട് 3 വർഷമാവും. എന്നിട്ട് ഞാനിതൊരു ഫുൾ മാരത്തോണിൽ പോയിട്ടില്ല. ഹോപ്പ്ഫുള്ളി ഈ വർഷം തീരുന്നതിന് മുന്നേ ഒരു ഫുൾ മാരത്തോൺ ഓടാൻ പറ്റുമെന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷേ ചെറിയ ഡിസ്റ്റൻസ് ഒന്നും തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ പ്രോഗ്രസ്സും കൺസിസ്റ്റൻസിയും മെയിൻറ്റെയിൻ ചെയ്യാൻ ഒത്തിരി എളുപ്പമായിരിക്കും എന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചത്. അപ്പോൾ ഈയിടെയായിട്ട് കുറേ റണ്ണിങ് ടിപ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഷെയർ ചെയ്യുന്നത്. ഇന്ന് റാൻഡംലി സ്ട്രാവയിൽ കയറിയപ്പോൾ 1 വർഷം മുന്നേയുള്ള റണ്ണ് കണ്ടു. അങ്ങനെ എടുത്ത് ഞാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഇതുപോലെ സെപ്റ്റംബറിൽ ഓടിയ റണ്ണൊക്കെ കണ്ടത്. അപ്പോൾ അതാണ് റണ്ണിങ്ങിലോട്ട് വരുന്നവർക്ക് എൻ്റെ ഒരു വ്യൂ പോയിൻറ്റും കൂടെ ഷെയർ ചെയ്യാൻ തോന്നിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.